മോള് കളരിയുടെയും ഫുഡിൻ്റെ ക്രമങ്ങളും അങ്ങനെ ഡാൻസ് പിന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ അമ്മ ശരിക്കും ഭക്ഷണം നൽകുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. ശരിയാണോ? അമ്മ ഭക്ഷണം നൽകുന്നില്ല എന്നല്ല, അവളോട് എത്ര പറഞ്ഞാലും അവള് നമ്മളെല്ലാം കഴിച്ച പോലെ അവള് ഭക്ഷണം കഴിയണ്ടേ. നമ്മളെല്ലാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നുകിൽ പുട്ട്, കടല, പിന്നെ വെള്ളയപ്പം മുട്ടക്കറി, നൂൽപ്പിട്ട് മുട്ടക്കറി, പിന്നെ ചപ്പാത്തി, ഇഡ്ഡലി സാമ്പാർ, ദോശ, ചട്നി, മുളക് സംബന്ധി, ഇതെല്ലാം രാവിലെ കഴിച്ചൊരു സുഖം. അല്ല, ഇതെല്ലാം നമ്മൾ കഴിച്ചിട്ടാണ് വളർന്നത്. അപ്പൊ ഞങ്ങൾ അവളോട് പറയും, അതുകൊണ്ടാണ് ഞങ്ങൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന പറയുന്നത്. അപ്പൊ ഇവള് ഇനിയും ജീവിക്കേണ്ടതല്ലേ ഇപ്പൊ മുന്നോട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയും തീർച്ചയായിട്ടും കഴിക്കണം നിർബന്ധിക്കും. പക്ഷെ അവള് ഒരു ദോശ, പുട്ട് കഴിക്കും. പുട്ട് പപ്പടം 5-6 പോലെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി വേണ്ട കള്ളത്തരമൊക്കെ തെളിയട്ടെ. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് ഇവിടെ വലിയ തള്ളായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലായത് പുട്ടൊരു 6 കുറ്റി കാലത്ത് പോകും. പുട്ടിന്റെ കാര്യം അവള് പറഞ്ഞില്ലേ, പുട്ടാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ഓക്കെ, നമുക്ക് പോകെ സത്യങ്ങൾ വെളിയിൽ വരും കേട്ടോ. അഭിരാമി എങ്ങനെ സൂഹിക്കണ്ട. സുരേഷ് ഗോപിന് ഇഷ്ടമാണ്, മാത്രമല്ല പോലീസിൽ ചേരാൻ ആഗ്രഹമാണ്. അതിന് വീട്ടുകാർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. വീട്ടുകാർ സമ്മതിച്ചില്ല, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ വളരെ ദൂരെയായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ഞാൻ ചോദിച്ചു, അല്ല ഹസ്ബൻഡിന് ഇഷ്ടമല്ല അവളെ ദൂരേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അല്ല, വിവാഹം കഴിയുമ്പോ അത് വേറെ അത് അങ്ങനെ പോകുന്ന കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, അതൊരു സായിപ്പിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സായിപ്പാണെങ്കിൽ അവളുടെ ഇഷ്ടം, അതല്ല അവരുടെ ഇഷ്ടമല്ലേ. എന്ത് സപ്പോർട്ടായത്. സാധാരണ ചില അമ്മമാരൊക്കെ ആണെങ്കിൽ എടി നീ പറഞ്ഞ സായിപ്പിനെ കിട്ടുമെന്ന്. അല്ല, ഞങ്ങളവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ഇവിടെ ഫ്രീ ആക്കിയിട്ട് ഞങ്ങൾ വിടും. അതുകൊണ്ടാണ് അവൾ ഇതുവരെ ഫ്രീ ആക്കി വിടാമല്ലോ, ആരും വരില്ലല്ലോ മുമ്പിൽ. കാരണം വന്നു കഴിഞ്ഞാൽ അപ്പൊ കിട്ടൂലേ. ചാമ്പിക്കോ എന്ന് പറഞ്ഞ. ഇപ്പോ ഷർമിള അഭിരാമിയെ വളർത്തിയ ഒരു ആൺകുട്ടിയുടെ രൂപത്തിലാണോ അതോ പെൺകുട്ടിയായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ലേ? ഭയങ്കര ധൈര്യ, എല്ലാത്തിനും മുന്നില് ഭയങ്കര ബോൾഡാണ്. അപ്പൊ ഈ രാത്രി എന്തെങ്കിലുമൊക്കെ വീട്ടില് ബഹളങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചാടി ഇറങ്ങും? ഒരു പ്രശ്നമില്ല, ഏത് സമയത്ത് വേണമെങ്കിൽ യാത്ര ചെയ്യും. ഏത് സമയത്ത് വേണം. നിങ്ങൾ 1:30 മണിക്ക് പോണോ, രാത്രി 1:30 മണിക്ക് വേണോ, ഓക്കെ അവള് പോവും. 2 മണിക്ക് വേണോ അവള് പോവും. ഒരു പ്രശ്നമില്ല. വണ്ടിയിലാണേ നടന്നിട്ടില്ല. വണ്ടിയില് ഒരു കുഴപ്പമില്ല, ഭയങ്കര ധൈര്യം. ഞങ്ങൾ സമ്മതിച്ചു പോയതാ. ഈ ഉറുമിയൊക്കെ കൊണ്ടുപോകും? ഇല്ല, ഉറുമി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ബാഗ് തുറക്കുമ്പോൾ പറയും ചിലപ്പോ ഇവിടെ ബാഗിൽ ഉറുമിയൊക്കെ ഉണ്ടാവും. പറയാൻ പറ്റില്ല. ഉറുമി മാത്രമല്ല, മറ്റേ വലിയ കത്തി അതൊക്കെ ഇല്ലേ? കത്തി, വാള്, പരിച, അത് കൊണ്ടാൻ പറ്റില്ല. പക്ഷെ ഉറുമി ഇങ്ങനെ ചുറ്റിയിട്ട് ബാഗിൽ വെക്കാൻ പറ്റും. നല്ല വെയിറ്റ് ആണോ? ഇല്ല, ഹാൻഡില് മാത്രമേ വെയിറ്റുള്ളൂ. പക്ഷെ മറ്റേത് ബ്ലേഡ് ആണ്, 2 തരത്തിലുള്ള. ദൈവമേ, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. ഈ ഗുരുക്കൾ റൂമിൽ ലോക്കായി പോയ ഒരു അനുഭവം ഉണ്ടല്ലോ, അതെന്താണ്? ലോക്ക് ചെയ്തതാണോ അതോ? അല്ല, ഞാനല്ല, സത്യമായിട്ട് ഞാനല്ല എന്നാണ് കേൾവി. അല്ല, ഗുരുക്കളെ സത്യമായിട്ട് ഞാനല്ല. അത് ഞാൻ നാഷണൽ കോമ്പറ്റീഷന് പോവാ. നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ കഴിഞ്ഞു കോഴിക്കോട്, പിന്നെ സ്റ്റേറ്റ് ലെവലിന് ഗോൾഡ് മെഡൽ കിട്ടി. പാവം ഗുരുക്കളുടെ പേരെന്താണ്? ഡോക്ടർ SK രാജേഷ് ഗുരുക്കൾ. അപ്പം അത് കഴിഞ്ഞ് നാഷണൽസ് ആണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് നാഷണലിന് പോകുന്നത്. നമ്മൾ കളരിയിൽ നിന്നും നാഷണൽ പിന്നീടാണ് തുടങ്ങിയത്. കളരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഞാൻ, അമ്മ, അനിയൻ, ഗുരുക്കളാണ് പോകുന്നത്. അപ്പം കളരിക്ക് പോയപ്പം അവിടെ ഫുള്ള് എൻ്റെ വിചാരം എന്താ കേരളത്തിൽ മാത്രമാണല്ലോ. അപ്പം അവിടെ പോയപ്പം ഒരുപാട് സ്റ്റേറ്റ്സിന്ന്, ലൈക്ക് ഓൾമോസ്റ്റ് 18 സ്റ്റേറ്റ്സ്, ലക്ഷദ്വീപിൽ നിന്ന് വരെ കുട്ടികൾ കളരിക്ക്, അത്രയും ആൾക്കാർ. അപ്പം എൻ്റെത് ഫ്രീ ഹാൻഡ് ഫൈറ്റിംഗ് ആണ് ഇവന്റ്, ഇൻഡിവിജ്വൽ ഇവന്റ് ആണ്. അതാണ് ഫ്രീ ഹാൻഡ് ഫൈറ്റിംഗ്. അതായത് കൈപ്പോര് എന്ന് പറയും, ബോക്സിംഗ് പോലെ തന്നെ. പക്ഷേ ഓവർ റൂൾസ് ഒന്നുമില്ല. ഫ്രീ ഹാൻഡ് ഫൈറ്റിംഗ്, നമ്മളെ വെയിറ്റ് കാറ്റഗറിക്ക് അനുസരിച്ച് നമ്മൾ വേറൊരു കളരിയിലുള്ള ഒരാളെ നേരിടണം. ഈ കളരിക്ക് പ്രത്യേകിച്ച് ഈ ഇതുവല്ലോ ഉണ്ടോ? എന്താണ് പിന്നെ ദൈവങ്ങളും വല്ലതും ഉണ്ടോ? കളരി ദൈവങ്ങളാണ് എന്ന് പറഞ്ഞു. അതെ, നമ്മള് ശരിക്കും ഒരു അമ്പലത്തിൽ ദൈവികമായിട്ട് കളിക്കുന്നതാണ്. ഭയങ്കര പ്രാർത്ഥിച്ചിട്ടും. ഇപ്പൊ നമ്മളെ കളരിയിൽ കയറുമ്പോ തന്നെ ഒരു അമ്പലത്തിലോട്ട് കയറുന്ന ഫീലാ. അപ്പം എല്ലാ ദൈവങ്ങളും ഉണ്ടാവും. അപ്പൊ അവരെ തൊട്ട് വന്ദിച്ചിട്ട്. അല്ല, അത് പ്രത്യേകിച്ച് ഒരു ഐഡിയൽ ഉണ്ടോ? സാറിന് നമ്മൾ സിനിമയെ കേട്ടുള്ളതാണ് കളരി ദൈവങ്ങളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം കുറെ ദൈവങ്ങളുണ്ട്, ദേവി, ഭഗവതി. അപ്പം അങ്ങനെ എല്ലാ ദൈവങ്ങളും. അതെ, അല്ല, നമുക്ക് ഉണ്ടാവും കളിക്കുമ്പോ. ഇപ്പൊ പരിക്ക് പറ്റാതിരിക്കണ ദൈവമേ നമ്മൾ പ്രാർത്ഥിക്കില്ല എന്തായാലും. അപ്പം ഉണ്ട്
വിശ്വാസമാണ്, ദൈവികമായിട്ടുള്ള നമ്മൾ ആയുധങ്ങളൊക്കെ തൊടുമ്പോൾ പോലും ഈ അത്രയ്ക്ക്. സിനിമയിൽ കാണുന്നതൊക്കെ ശരിയാണോ? കാരണം ഈ വാളും ബാക്കി ഇതെല്ലാം വെച്ചിട്ട് അവിടുന്നാണോ തൊട്ട് തൊഴുതിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്? അതൊക്കെ കറക്റ്റ് ആണല്ലേ? അതൊക്കെ കറക്റ്റാ, ഗുരുക്കളെ കാല് വന്ദിച്ചിട്ട് വന്ദിച്ചിട്ട്. അതൊക്കെ കറക്റ്റാ. ഈ വയറിലൊക്കെ ഇങ്ങനെ കച്ച കിട്ടുന്നേ ഉണ്ട് ഉണ്ട്. ഉണ്ട്. അതെന്തിനാണ്? കച്ച കിട്ടും, നമ്മളൊരു ഐഡന്റിറ്റിയാണ് കച്ച എന്ന് പറയുന്ന മെയിൻ. അതോ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിട്ടാണോ? സ്ട്രെങ്ത്, നമ്മൾ വലിച്ചു മുറുക്കി കെട്ടാണത്. ആക്ച്വലി ഒരു ഫിറ്റ് ബോഡി ഒന്ന് ടൈറ്റ് ആയി. ഈ ഗുരുക്കള് എങ്ങനെ ലോക്കായി പോയത്? അത് ഞാനിങ്ങനെ നാഷണൽസിന് പോകുമ്പം നമ്മളൊരു ഡോർമെട്രിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാനും അമ്മയും അനിയനും ആദ്യം പോയി. പക്ഷെ ഗുരുക്കൾ റൂമിന്റെ ഉള്ളിൽ സ്റ്റക്കായി. ആ ഡോർമെട്രി ഫുൾ ഡോർമെട്രി ആണല്ലോ. അപ്പൊ പുറത്തുനിന്ന് ആരും പൂട്ടി, അറിയില്ലായിരുന്നു ഗുരുക്കൾ ഉള്ളിലുണ്ട്. അപ്പൊ ഗുരുക്കൾ എന്ത് ചെയ്യായിരുന്നു? ഗുരുക്കൾ ലാസ്റ്റാ വന്നത്. ഞാൻ അത് മത്സരാർത്ഥിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം പോയി, എന്റെ കൂടെ അമ്മയും വന്നു. ഞാനിത് കയറാനുള്ള എന്റെ ടൈമായി, പക്ഷെ ഗുരുക്കൾ എത്തിയില്ല. അപ്പം ഞാൻ ഹൈറ്റ് ഉണ്ട്, പക്ഷെ അവിടെ ഉള്ളവരൊക്കെ വെയിറ്റ് നല്ല കുറച്ച് കാണാനൊക്കെ. ഞാനാണെങ്കിൽ നീളമുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല എന്ത് കളിക്കണം എന്നുള്ളതൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവരൊക്കെ കണ്ടപ്പോൾ എന്തായാലും പേടിക്കും, എത്ര കളിച്ചാലും പേടിയാ. അങ്ങനെ ഇവരിടയ്ക്ക് നിൽക്കുമ്പം ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. എനിക്ക് ടെൻഷനായി. ഗുരുക്കളെ കാണുന്നില്ല, ഗുരുക്കൾ നമ്മളൊരു സ്ട്രെങ്ത് ആണല്ലോ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടി, പക്ഷെ സെക്കൻഡ് റൗണ്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ നേരെ, എനിക്ക് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രോൺസ് മെഡലാണ്. അപ്പൊ അതും കൂടെ കിട്ടിയില്ല. നമ്മൾ ഇതുവരെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഒരു മെഡൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പൊ ഞാനിങ്ങനെ അയ്യോ ഗുരുക്കളെയും കാണുന്നില്ല, ഇതും പോയി കിട്ടില്ല എന്നിങ്ങനെ ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ തേർഡ് റൗണ്ടിന് കയറുമ്പോഴാണ് ഞാൻ സൗണ്ട് കേൾക്കുന്നത്. ഗുരുക്കൾ ഇങ്ങനെ അവിടുന്ന് നമ്മൾ ഗോദ സ്റ്റൈല് ഗുരുക്കൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പറയാണ്, കമോൺ, ഞാനിവിടെ ഇങ്ങനെ ആ ഒരു സ്ട്രെങ്ത് ഇല്ലേ നമുക്ക് കിട്ടുന്നത്, നമുക്ക് ശരിക്കും ഒരു മൂവി എഫക്റ്റ്. അപ്പം ഗുരുക്കളെ കണ്ടപ്പോ ഒരു എനർജി കിട്ടില്ല. അപ്പൊ ആ ഒരു എനർജിയിൽ എനിക്ക് ഒരു എനർജിയാണത് പറയുന്നത്. അപ്പൊ അതെനിക്ക് ആ കുട്ടീനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റി. അങ്ങനെ മെഡൽ കിട്ടി. അത് നേരത്തെ വന്നിട്ടെങ്കിൽ നേരത്തെ സംഭവിക്കുന്നത്.